بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. إن شاء الله. الحمد لله. നമ്മള് അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഇഹ്യാഉ ഉലൂമുദ്ദീനുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം ചെലവഴിക്കാറുണ്ട്. അതിലെ ചർച്ചകൾ വളരെ ഹ്രസ്വമായി മനസ്സിലാക്കാനും അതിന്റെ മുമ്പിൽ നമ്മുടെ ഒരു കുറച്ച് സമയം നമ്മളെ ഫിക്ർ, നമ്മുടെ ചിന്തകൾ ആ ഇഹ്യാഉ ഉലൂമുദ്ദീനുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാന് കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നിങ്ങോട്ടാണ് ഇനി പറയാനുള്ളത്. അതായത് നമ്മൾ ഹൃദയത്തെ, മനസ്സിനെ, ഖൽബിനെ എങ്ങനെ പരിചരിക്കാം എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയമായിട്ട് വരുന്നത്. അമൽ ജൂ, വിശപ്പ് ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. മനസ്സിലുള്ള ചിന്തകൾ നന്നാകാൻ, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, മനസ്സിനെ നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ ഉള്ള വഴികൾ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അമൽ ജൂ ഫഇന്നഹു യൻഖുസു ദമൽ ഖൽബി. ഈ വിശപ്പ്, അതായത് വയറ് നിറച്ചപ്പോഴും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പലപ്പോഴും മനസ്സിന് ഒരു തരം ജീർണത പിടികൂടുന്നത് കാണാറുണ്ട്. ഇപ്പൊ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ ഒരു സൽക്കാരത്തിന് ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ പൊതുവിൽ എന്താണ്, എപ്പോഴും എല്ലാവരുടേതും അല്ല, പൊതുവില് ഒരു ഞാനിപ്പോ അത്യാവശ്യം കൊള്ളാം, എനിക്കിപ്പോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം എന്നൊരു തോന്നൽ. സുഭിക്ഷമായ ഭക്ഷണമുള്ള ഒരു സദസ്സിൽ പൊതുവിൽ സംഭവിക്കാറുള്ളത് എന്താ? ഒരുതരം അർമാദിക്കൽ, ഒരുതരം അഹങ്കാര പ്രകടനം. ഞാൻ തികഞ്ഞു എന്ന തോന്നൽ. സുഭിക്ഷമായ ഭക്ഷണം കഴിക്കൽ തെറ്റാണെന്നല്ല. അതേസമയത്ത് പൊതുസ്വഭാവത്തെ കുറിച്ചാണ് ഇപ്പോൾ പരാമർശം വരുന്നത്, വിശദീകരണം വരുന്നത്. അത് സൽക്കാരങ്ങൾ 10 തരം ചോറ് അല്ലെങ്കിൽ 10 തരം പലഹാരം. ഈ ഒരു അതിഥിയെ നന്നായി സൽക്കരിക്കുന്നത് തെറ്റൊന്നുമല്ല, ഇസ്ലാമിക ദൃഷ്ടി അത് പുണ്യാണ്. പക്ഷെ ഈ ഒരു തരം കേവലം ഭക്ഷണത്തിലേക്ക് ഫോക്കസ് വരുന്നത്, അല്ലെങ്കിൽ തന്റെ പ്രൗഢി പ്രകടിപ്പിക്കാനുള്ള വഴിയായി മാറുന്നത്, അവിടെയാണ് പ്രശ്നം. ഒന്ന്, ഭക്ഷണത്തിന് അടിമയാകുമ്പോഴും ഇപ്പോഴൊക്കെ ഫൈനഹുയൻഖുസു ദമൽ ഖൽബി. അതിനു മറുവശത്ത് നമ്മൾ വിശപ്പിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഹൃദയത്തിന്റെ ഈ പളുപളുപ്പുള്ള അതിന്റെ ചോരത്തിളപ്പിനത് ചുരുക്കും. യുബയ്യിദുഹു, ഒന്ന് വെളുപ്പിക്കും മനസ്സിനെ. ഫീ ബയാദിഹി നൂറുഹു, ആ വെളുപ്പിക്കുമ്പോഴാണ് ഹൃദയത്തിന് ബ്രൈറ്റ്നെസ് ഉണ്ടാകുന്നത്, ഹൃദയത്തിന് ഒരു ലൈറ്റ്, നൂർ, വെളിച്ചം ഉണ്ടാകുന്നത്. വയുദീബു ശഹ്മൽ ഫുആദി, ഹൃദയത്തിന്റെ ആ ഫാറ്റൊക്കെ, കൊഴുപ്പൊക്കെ അതൊന്ന് ഉരുക്കും, ആ കൊഴുപ്പൊക്കെ ഒന്ന് ഉരുക്കും. ഫീ ദൗബാനിഹി റിഖതുഹു, അങ്ങനെ ഉരുകുമ്പോഴാണ് ഹൃദയം ഒന്ന് മൃദുവാകുന്നത്, ലോലമാകുന്നത്, സോഫ്റ്റ് ആകുന്നത്. കഠിന ഹൃദയമാണ് കുറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്, തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്നത്, അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. റിഖതുഹു മിഫ്താഹുൽ മുക്കാശഫ, ഹൃദയം ഒന്ന് സോഫ്റ്റ് ആയാൽ ഒരു മുക്കാശഫ ഉണ്ടാകും. മുക്കാശഫ എന്താണ്? വെളിച്ചപ്പെടുക, ഒരുപാട് അവ്യക്തമായതൊക്കെ വ്യക്തമാവുക, അള്ളാഹുവിലേക്കുള്ള വഴി വ്യക്തമാകുക. കമാ അന്ന ഖസാവതഹു സബബുൽ ഹിജാബ്, പലപ്പോഴും ഇതിന്റെ കാഠിന്യം അതാണ് മനസ്സിന് ഹിജാബ് വരാൻ കാരണമാകും. അതാണ് ഹൃദയം കാഠിന്യമാകാൻ കാരണമാകുന്നത്.
കൽബി, ഇങ്ങനെ ഈ ഹൃദയത്തിന്റെ രക്തപ്പളുകൾക്കൊന്ന് ചുരുങ്ങിയാൽ ലാഖ മസ്ലക്കുൽ അദുവി, പിശാചിന്റെ വഴി ഒന്ന് ചുരുങ്ങും, അയാളെ വഴി ഒന്ന് ഇടുങ്ങും. ഫൈന മജാരിഹി അൽ ഉറൂഖുൽ മുംതലിഅതു ബിശഹവാത്ത്, പിശാചിന് കടന്നു വരാനുള്ള വഴി വരുന്നത് വൈകാരികതകൾ നിറഞ്ഞ ഞരമ്പുകളാണ്. അതായത് വൈകാരികതകൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നൽകപ്പെടുമ്പോഴാണ് പൈശാചികത മനുഷ്യനിലേക്ക് കുടിയേറും. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഫാമിലിയിൽ ഒരു വിവാഹ നിശ്ചയം, എൻഗേജ്മെന്റ് എന്നാണ്. ഈ എൻഗേജ്മെന്റില് നിക്കാഹ് നടന്നിട്ടില്ല, വിവാഹ നിശ്ചയം നടന്നിട്ടില്ല. അതിനു മുമ്പ് നടക്കുന്ന കാണലാണ് ശരിക്കും. ആ കാണലിന് പോകുമ്പോ കാണാൻ പോകുന്ന ചെറുപ്പക്കാരൻ പോകുന്നു, കുറെ ഫ്രണ്ട്സ് പോകുന്നു, ഇവന്റെ സഹോദരി, പല നിലക്കുള്ള സഹോദരിമാര് പങ്കെടുക്കുന്നു. ഇവരൊക്കെ പങ്കെടുത്ത് ബൊക്ക കൊണ്ടുപോയി പരസ്യമായി ബൊക്ക ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് അവരെ ഒരു സ്റ്റേജ് പോലെ അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒന്നിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നു. ഇവനും ഇവളൊക്കെ ഒന്നിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നു, എല്ലാവരും ഒന്നിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നു. അവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അടക്കം അതിലുണ്ട്. എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? ഒരു ശരി ചെയ്യണം, തെറ്റ് ചെയ്യണം എന്ന ചിന്തയിലുപരി ചില വൈകാരികതകൾക്ക് മനുഷ്യൻ അടിമപ്പെടും. ശരിയാണോ തെറ്റാണോ, അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ, പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ആവശ്യ നിർവഹണം അവിടെ നടക്കുന്നുണ്ടോ? ഒരു തരം ഷഹവാത്ത്, വൈകാരികത, ആ വൈകാരികതക്ക് വിധേയപ്പെടുക. ശരി തെറ്റിന് യാതൊരു പ്രാധാന്യമില്ല. അവിടെ ഈ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഈ കാലത്തെ തിന്മകൾക്ക് വഴിപ്പെടണം, ഈ കാലത്തിന് എനിക്കൊരു അംഗീകാരം ആവശ്യമുണ്ട് എന്ന ആർത്തിയാണ്. ഈ ആർത്തി അറിയാതെ മനുഷ്യന്റെ കൽബിലേക്ക് കുടിയേറുന്നത് ഈ ഒരു ശൈലി കൊണ്ട്. ആ ശൈലി ഇല്ലായ്മ ചെയ്യാനുള്ള റൂട്ട് പരിശീലനമാണ് ഇപ്പൊ പരിചയപ്പെടുത്തുന്നത്. അപ്പോ ഈ തിന്മകൾക്ക് അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരാൾ വ്യക്തിപരമായി സ്വകാര്യ ജീവിതത്തിൽ ഒരു തിന്മ ചെയ്താൽ, ഒരു ഹറാം ചെയ്താൽ, അള്ളാഹു കാക്കട്ടെ, അതെല്ലാം അങ്ങനെ ചെയ്തു പോയാൽ അയാൾ തൗബ ചെയ്താൽ മതി. അതേസമയത്ത് പരസ്യമായി ഇത്തരം തിന്മകൾ ചെയ്യുമ്പോൾ, ആചാരങ്ങളിൽ ഇത്തരം തിന്മകൾ ചെയ്യുമ്പോൾ തൗബയുടെ വാതിൽ പോലും അടഞ്ഞു പോകുന്നു എന്നതാണ് വലിയൊരു ഭവിഷ്യത്ത്, തൗബയുടെ അധ്യായം. കാരണം ഇയാൾ ഇത് ചെയ്ത് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ മീഡിയകളും കൂടിയായാൽ അത് മാക്സിമം ഇയാൾ നിർത്തിയാലും തൗബ ചെയ്താലും ഒക്കെ കറങ്ങാൻ, പിന്നെ വേറൊന്നും വേണ്ട. ഇത്തരം ഒരു കാലത്ത് എന്നിട്ട് ഇത് വീഡിയോ ആവിഷ്കരിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിക്കുകയും കൂടി ചെയ്താൽ പിന്നെ അതിന്റെ ഭവിഷ്യത്ത് പറയേണ്ടതുണ്ടോ? മനസ്സിൽ ശരി തെറ്റ് എന്ത് എന്ന് അറിയണം, ഒന്ന്. രണ്ടാമത്തത്, ഇത്തരം പരിശീലനം ആവശ്യമാണ്. വഖാല ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ മഅ്ശറൽ ഹവാരിയീൻ, പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ജബ്യഉ ബുതൂനക്കും, കുറച്ചൊക്കെ വിശക്കണം, ലഅല്ല ഖുലൂബക്കും തറാ റബ്ബക്കും, എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാം. ഈ ഭക്ഷണത്തിന് അടിമപ്പെടരുത്. ഭക്ഷണം തരം കിട്ടിയിട്ടില്ലെങ്കിൽ ആകെ ആലളകുന്ന അവസ്ഥ, അങ്ങനെ ആകരുത്. വഖാല സഹ്ലു ബിൻ അബ്ദുല്ലാഹ് തസ്തരി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട സഹ്ലു ബിൻ അബ്ദുല്ലാഹ് തസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ സാറൽ അബ്ദാലു അബ്ദാലൻ ഇല്ലാ ബി അർബഇ ഖിസാലി, ഈ അബ്ദാലുകളായ മഹാന്മാരൊക്കെ അബ്ദാലുകളായത് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ്. ഒന്ന്, ഇഖ്മാസുൽ ബുത്തൂൻ, വയറ് എന്ത് ചെയ്യുക, ഒന്ന് കാലിയാക്കുക, ഒന്ന് വിശക്കുക. വസ്സഹർ, ഉറക്കമൊഴിക്കുക. വസ്സംത്, മൗനം പാലിക്കുക. വല്യഅ്തിസാൽ, ഒറ്റക്ക് ജീവിക്കുക. വല്യഅ്തിസാൽ അനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒറ്റക്ക് ജീവിക്കുക. ഇതിൽ ഓരോന്നിനും വിശദീകരണം ആവശ്യമുണ്ട്. ഒരുപാട് തരത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന സംഗതികളാണ്. ജബ്യുൽ ബുത്തൂൻ, ഇഖ്മാസുൽ ബുത്തൂൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വയറിനെ ഒന്ന് ഒതുക്കിയാൽ മനസ്സ് പെട്ടെന്ന് ഒതുങ്ങും. ഈ
എപ്പോഴും കഴിക്കണം കഴിക്കണം, ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഭയങ്കര പ്രശ്നം എന്ന ചിന്ത അതൊരു തരം അടിമത്വമാണ്. ഭക്ഷണം അതൊന്ന് ഒഴിവാക്കേണ്ടടുത്ത് ഒഴിവാക്കി പരിശീലിക്കേണ്ടടുത്ത് അങ്ങനെ കഴിയണം. അതുപോലെ ഉറക്കം ഒഴിവാക്കേണ്ടടുത്ത് ഉറക്കം ഒഴിവാക്കാൻ കഴിയും. വസ്വം, ചിലർക്ക് മിണ്ടാതിരുന്നാൽ ആകെ അസ്വസ്ഥത ഉണ്ടാകും. അവരെന്ത് ചെയ്യണം? കുറച്ചൊക്കെ മിണ്ടാതിരുന്നു. ചിലർക്ക് ഇങ്ങനെ സ്വറച്ചിട്ടില്ലെങ്കിൽ ഒരു സ്വസ്ഥത കിട്ടൂല. മറ്റവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയണം. അവിടേക്കൊന്നും മൗനമാകാൻ പരിശീലിക്കണം. എഴുത്തിസാലി അനിന്നാസ്, കുറെ ഫ്രണ്ട്സ് വേണം. ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഭയങ്കരാണ്. അവിടെ അങ്ങനെ ഒന്നും ഇല്ലാതെയും നിൽക്കാൻ പറ്റണം. ഫായിദത്തുൽ ജൂഅ്, ഈ വിശപ്പിന്റെ നേട്ടം എന്താണ്? ഫീ തൻവീരിൽ ഖൽബ്, മനസ്സിന് നൂറ് നൽകുന്നതിൽ എന്താണ്? അമ്രുൻ ലാഹിറുൻ, അതൊരു വ്യക്തമായ കാര്യമാണ്. യഷ്ഹദു ലഹു തജ്രിബ, അനുഭവങ്ങൾ സാക്ഷിയാണ്. സയത്തി ബയാനു വദിഹി തദ്രീജി, അതിന്റെ സ്റ്റെപ്പുകൾ വിശദീകരിക്കും. ഫീ കിതാബി കസ്ർ ഷഹ്വത്തൈൻ, കസ്ർ ഷഹ്വത്തൈനി പറയുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിച്ചു വരും. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ പരിശീലിക്കണം, ഒക്കെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഅമ്മ സഹറു, ഇനി ഈ ഉറക്കം വയ്ക്കുന്നതിനെ കുറിച്ച് പറയാം. ഫഇന്നഹു യജ്ലുൽ ഖൽബ, ഹൃദയത്തിനെ ഒന്ന് തിളക്കും, ഒന്ന് വിളക്കിയിടും. വയസ്ഫീഹി വയുനവ്വിറുഹു, അതിനെ ഒന്ന് ട്രാൻസ്പെറന്റ് ആക്കിയെടുക്കും, അതിനൊന്ന് തെളിയിച്ചെടുക്കും, അതിനൊന്ന് വെളിച്ചമുള്ളതാക്കിയെടുക്കും. എന്ത്? ഈ സഹർ, ഉറക്കമൊഴിച്ചിട്ടുള്ള ഇബാദത്ത്. ഒന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, തഹജ്ജുദിന് എഴുന്നേൽക്കുക, ഉറക്കമൊഴിക്കലാണ്. ഫയുളാഫു ദാലിക ഇല സ്വഫാഇ, അത് വീണ്ടും വീണ്ടും സ്വഫാ വർദ്ധിപ്പിക്കും. അല്ലദീ ഹസല മിനൽ ജൂഇൽ നിന്ന് ലഭ്യമായ ആ സ്വഫാ, ആ ഒരു വെളിച്ചം, ആ ഒരു തെളിച്ചം, അത് വർദ്ധിപ്പിക്കും. ഫയസീറുൽ ഖൽബു കൽ കൗകബി, അങ്ങനെ ആ ഹൃദയം ഒരു കൗക്കബ് കണക്കെ അതിങ്ങനെ തിളങ്ങും. ഒരു ഗോളം കണക്കെ, ഒരു നക്ഷത്രം കണക്കെ അത് തിളങ്ങും. വൽ മിർആത്തിൽ മജ്ലൂവ, നല്ല കണ്ണാടി പോലെ തിളങ്ങും. ഫയലൂഹു ഫീഹി ജമാലുൽ ഹഖ്, അവിടെ ഹക്കിന്റെ ഭംഗി ആ മനസ്സിനുണ്ടാകും. ഹക്കിന്റെ ഭംഗി എന്നതിന് വേണമെങ്കിൽ അള്ളാഹുവിന്റെ ഭംഗി എന്ന് അർത്ഥം വെക്കാം, സത്യത്തിന്റെ ഭംഗി എന്ന് വേണമെങ്കിലും അർത്ഥം വെക്കാം. രണ്ടും അവിടെ പോസിബിലിറ്റി ഉള്ളതാണ്, ഇഹ്തിമാൽ ഉള്ളതാണ്. വയുഷാഹദു ഫീഹി റഫീഉദ് ദറജാത്ത്, അങ്ങനെയാകുമ്പോ അയാൾക്ക് നല്ല ഉയർന്ന സ്റ്റാൻഡേർഡ് ഉണ്ടാകും, നിലവാരം ഉണ്ടാകും. ഫിൽ ആഖിറത്തി, ആ പരലോകത്തും. ദുനിയാവിന്റെ ഹക്കാറത്ത മനസ്സിന് വേഗം മനസ്സിലാവും. ദുനിയാവ് ഇത്രയേ ഉള്ളൂ എന്നത് ബോധ്യം ഉണ്ടാകും. ദുനിയാവിന് ഒരുപാട് അപകടങ്ങളുണ്ട്. ദുനിയാവിന്റെ വക്താവായാൽ അതും മനസ്സിലാകും. അങ്ങനെയാകുമ്പോ അയാൾക്ക് ദുനിയാവിനോടുള്ള മോഹം അവസാനിക്കും. അലൽ ആഖിറ, ആഖിറത്തിനോടുള്ള മോഹം ഉണ്ടാകുകയും ചെയ്യും. വസ്സഹറു ഐളൻ നതീജത്തുൽ ജൂഅ്, ആദ്യം പറഞ്ഞ ജൂഇന്റെ ഒന്നാമത്തെ 4 കാര്യമാണ് പറയാനുള്ളത്. ഒന്നാമത്തെ ജൂആണ്, അതിന്റെ ഒരു പ്രതിപ്രവർത്തനമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലമാണ് സഹർ, ഉറക്കമൊഴിക്കാൻ കഴിയുക എന്നുള്ളത്. വയറ് നിറഞ്ഞാൽ ഉറക്കമൊഴിക്കാൻ കഴിയില്ല. ഫൈന സഹറ മഅശ്ശബഇ എന്നും പറയാം. സമിയ യസ്മഉ ബാബാണ്, ഫൈല യഫ്അലു ബാബാണ്. അപ്പൊ മഅശ്ശബഇ ഗൈറു മുംകിൻ, ഈ വയറ് നിറച്ചിട്ട് പിന്നെ ഉറക്കമൊഴിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും. വന്നൗമു, ഈ ഉറക്കത്തിന് അടിമപ്പെടുക എന്നത് യുക്സിൽ ഖൽബ, അത് ഹൃദയത്തെ കടുപ്പിക്കും. വയുമീതുഹു, അതിനെ നിർജീവമാക്കും. ഇല്ലാ ഇദാ കാന ബിഖദ്രി ദറൂറത്തി, ആവശ്യത്തിനുള്ള ഉറക്കമുറങ്ങിയാൽ മതി, ഉറക്കിന് അടിമപ്പെടൽ. ഫയകൂനു സബബൽ മുകാശഫത്തി ലിഅസ്റാറിൽ ഗൈബ്, ആ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാരണമായി ഈ ഉറക്കമൊഴിക്കൽ മാറും. ഫഖദ് ഖീല ഫീ സിഫത്തിൽ അബ്ദാൽ, അബ്ദാലുകളായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ പറയപ്പെട്ടതാണ്, ഇന്ന അക്ലഹും ഫാഖത്തുൻ, വല്ലാതെ വിശന്നിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുക. വിശപ്പടക്കം മാത്രമാണ് അവർ ഭക്ഷണം കഴിക്കുക.
നൗമഹും ഗലബത്തുൻ, നോമ് അനിവാര്യമാകുമ്പോൾ അവർ ഉറങ്ങുന്നു. കലാമഹും ബറൂറത്തുൻ, സംസാരിക്കൽ അത്യാവശ്യത്തിന് അവർ സംസാരിക്കും. വഖാല ഇബ്രാഹിമുൽ ഖവാസ് റഹിമഹുല്ലാഹ്, മഹാനവറുകൾ പറഞ്ഞത് കാണാം, അജ്മഅ റഅ്യു 70 സുദ്ദീഖൻ, 70 ഔലിയാക്കളായ മഹാന്മാരുടെ അഭിപ്രായമാണ്, ഒരേ അഭിപ്രായം, അലാ അന്ന കസ്റത്തൻ നൗമി, ഉറക്കം വർദ്ധിച്ചാൽ അത് ഈ അമിതമായി വെള്ളം കുടിച്ചാലാണ് എന്ന അഭിപ്രായം പറഞ്ഞത് കാണാം. അപ്പോ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക. ഉറക്ക് എന്നത് അഡിക്റ്റ് ആകാതിരിക്കുക, ഭക്ഷണം കഴിക്കൽ ഒരു അഡിക്റ്റ് ആകാതിരിക്കുക. ഇങ്ങനെ നാം ശരീരത്തെ പരിശീലിപ്പിക്കുക. ഇനി മൗനം, ഫൈനഹു തുസക്കിലുഹു അൽ ഉസ്ലത, മൗനം ഉണ്ടായാൽ ഒറ്റക്ക് ഇരിക്കാൻ കഴിയും. വലാകിന്നൽ മുഅ്തസില, ഈ ഒറ്റക്കിരിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത്, ലാ യഖ്ലു അൻ മുശാഹദത്തി മൻ യഖൂമു ലഹു ബിതുആമിഹി, ഈ മുശാഹദക്ക് ഇരിക്കുന്ന ആൾക്ക്, അയാൾക്ക് ഈ ഭക്ഷണം കൊണ്ടുവരുന്ന ആള്, വെള്ളം കൊണ്ടുവരുന്ന ആള്, അതുപോലെ തുദ്ബീരി അംരിഹി, അയാളുടെ അസിസ്റ്റ് ചെയ്യുന്ന, അയാളെ സഹായിക്കുന്ന ആള്, ഇത്തരം ആൾക്കാരൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവുമ്പോ ഫയമ്പത് എല്ലായത്തൊക്കെല്ലാം കതിരുള്ളൂ, അത്യാവശ്യത്തിനേ സംസാരിക്കാവും, അത്യാവശ്യത്തിനേ സംസാരിക്കും. ഫൈനൽ കലാമ യുസുദുൽ ഖൽബ, സംസാരിച്ചാൽ അത് മനസ്സിനെ ബാധിക്കും, മനസ്സിലെ ചിന്തയെ ബാധിക്കും. വശറഹുൽ ഖുലൂബി, ഈ മനസ്സിന്റെ ഒരു ആർത്തിയാണ്, ഇലൽ കലാമി, സംസാരത്തിനോടുള്ള ആർത്തി, അത് അളീം, അത് ഭയങ്കരമാണ്, വല്ലാതെ ഉണ്ടാകും ആർത്തി, സംസാരിക്കാനുള്ള ആർത്തി കൂടുതലായിരിക്കും മനസ്സിൽ. ഫൈനഹു യസ്തറൂഹു ഇലൈഹി വയസ്തസ്ഖിലു തജർറുദു ലിദ്ദിക്രി വൽ ഫിക്രി ഫയസ്തരീഹു ഇലൈഹി. അവിടെ ഇസ്തർവഹ യസ്തർവിഹു, പിന്നെ ഒരു അതിലേക്കുള്ള ഒരു സഞ്ചാരം, അത് അങ്ങനെ കൊണ്ടുവന്ന്, എന്നിട്ട് അതിനു വേണ്ടി മാത്രം ഇരിക്കുമ്പോൾ ആദ്യം ഒരു ഭാരാകും, പിന്നെ അതൊരു എളുപ്പമായി മാറും. നന്നായിട്ട് ശ്രമിച്ചാൽ ആദ്യം മൗനം ഒരു ഭാരമായിരിക്കും, പക്ഷെ പിന്നെ അത് എളുപ്പമായി മാറും. ഫസ്വംതു, അങ്ങനെ മൗനം പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ യുലഖിഹുൽ അഖ്ല, അത് ബുദ്ധിയെ ഒന്ന് ഉഷാറാക്കിയെടുക്കും. വയജ്ലിബുൽ വറഅ, നല്ല സൂക്ഷ്മത ഉണ്ടാകും. വയ്യുഅല്ലിമു തഖ്വ, അവന് തഖ്വ എന്താണ് എന്നത് മനസ്സിലാകും. അപ്പൊ ആവശ്യത്തിന് സംസാരിച്ച് ശീലിക്കണം, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ കുറച്ച് പരിശീലിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ അമ്മ ഹയാത്തുൽ ഖൽവത്തി, ഇനി നാലാമത്തെ ഒരു മാറ്ററാണ് പറയാനുള്ളത്. എന്താണ് ഹയാത്തുൽ ഖൽവത്ത്? ഉസ്ലത്ത്, ഒറ്റക്ക് ജീവിക്കുക. ഒറ്റക്ക് ജീവിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ആരും ഇല്ലാത്തൊരു നാട്ടിൽ പോകണം എന്ന് തന്നെയൊന്നുമില്ല. എല്ലാവരുടെ ഇടയിലും ഒറ്റക്ക് തന്നെ ആകാം. കാരണം അപ്പോഴെല്ലാം മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം തിരിയുന്ന അവസ്ഥ, അതും ഉസ്ലത്താണ്. ഹയാത്തുൽ ഖൽവത്ത് ഫഫായിദത്തുഹാ ദഫ്ഉ ശവാഗിൽ, മനസ്സിന് മറ്റു ഒരു ഏർപ്പാടും ഇല്ലാതാക്കിയെടുക്കുക. വളബ്തു സമഇ വൽ ബസരി, കാഴ്ചയും അതുപോലെ കേൾവിയും കാഴ്ചയും അതിനെ കണക്ട് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, അതിനെ ഒതുക്കുക. ഫൈനമാ ദഹ്ലീസുൽ ഖൽബി, അത് ഈ ഹൃദയത്തിലേക്കുള്ള ഇടവഴിയാണ്. ഈ കാഴ്ചയും കേൾവിയും, അതിൽ പുതിയ പഠനങ്ങൾ കാണാം, ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് ആശയങ്ങൾ എത്തുന്നത് കാഴ്ചയിലൂടെയാണ്. 80% മനസ്സിലുള്ള ഇൻഫർമേഷൻ, മനസ്സിലുള്ള ഡാറ്റകൾ മനസ്സിലേക്ക് എത്തുന്നത് കാഴ്ചയിലൂടെ. നമ്മൾ ആന എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആന ഉണ്ട്. നമ്മള് ഇപ്പൊ ദുബായി പോയി ബുർജ് ഖലീഫ കണ്ട ആള്, ബുർജ് ഖലീഫ എന്ന് പറയുമ്പോൾ ബുർജ് ഖലീഫ ഇയാളെ മനസ്സിലുണ്ട്. ബുർജ് ഖലീഫ എത്ര വലുതാ അറിയാം, ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഇയാളെ മനസ്സിലുണ്ട്. ഈ ജീവികളിലെ വലിയ ജീവിയാണ്, കരയിലെ ജീവിയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആന എന്ന് പറയുമ്പോൾ അയാളെ മനസ്സിലുണ്ട്. എങ്ങനെയാ മനസ്സിൽ ഈ ഡാറ്റ എത്തിയത്? ഇപ്പോ അയഞ്ചേരി ടൗണ്, കോഴിക്കോട് ടൗണ്, മലപ്പുറം ടൗണ്, കോട്ടപ്പടി അല്ലെ കുന്നുമ്മൽ, അങ്ങനെ വലിയൊരു, അല്ലെങ്കിൽ മയദീൻ, സിറാജുൽ ഹുദ അല്ലെ മർക്കസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തെ പറ്റി പറയുമ്പോൾ ആ വലിയ സ്ഥാപനം നമ്മളെ മനസ്സിലുണ്ട്. ആ സെക്കൻഡ്സ് കൊണ്ട് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. മനസ്സിൽ ഇത്രയും ഡാറ്റകൾ എത്തിയത് എങ്ങനെയാണ്? അത് ബിസ്ബസരി, അത് കാഴ്ചയാണ്. അപ്പൊ അതിലെ ഇടവഴിയാണ് ദഹ്ലീസുൽ ഖൽബ്. വൽ ഖൽബു ഫീ ഹുക്മി ഹൗളിൻ,
ഈ കൽബ് ഒരു ഹൗദ് പോലെയാണ്, ഒരു ടാങ്ക് പോലെയാണ്. തൻസിബു ഇലൈഹി മിയാഹുൻ കരീഹത്തുൻ ഖദിറത്തുൻ മിൻ അൻഹാരിൽ ഹവാസി. അത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന നദിയിൽ നിന്ന് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകും, പലതരം വെള്ളം ഒഴുകും. അപ്പൊ മഖ്സൂദുർ റിയാദത്തി, അപ്പോ എല്ലാ അഴുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഒഴുകും. നമ്മളിങ്ങനെ അതെല്ലാം ഓപ്പൺ ആക്കി വെച്ചാൽ പിന്നെ അഴുക്കിലെത്തിയ പിന്നെ എങ്ങനെയാ? അതുകൊണ്ട് ആ ഇടവഴികളൊക്കെ ഒന്ന് ശുദ്ധിയാക്കിയിട്ട് ബ്ലോക്ക് ചെയ്യുക. മറ്റേത് ഈ വേസ്റ്റ് വരുന്നതൊക്കെ ബ്ലോക്ക് ചെയ്യുക. അപ്പൊ മഖ്സൂദുർ റിയാദത്തി, നമ്മൾ ഈ പരിശീലിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ്? ഫോക്കസ്. തഫ്രീഖുൽ ഹൗദ്, ഈ ഹൗദ് ഒന്ന് ഒഴിവാക്കിയെടുക്കണം. മിൻ തിൽക്കൽ മിയാഹി, ഈ വേസ്റ്റ് വാട്ടറിൽ നിന്നെല്ലാം ഒന്ന് ഒഴിവാക്കിയത്. ഒമിന തീനിൽ ഹാസുലി മിൻഹ, കുറെ ചളിയുണ്ട്, ഇങ്ങനെ വന്ന ചളി, ആ കറുത്ത ചളിയിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. ലിയതഫജ്ജറ അസ്ലുൽ ഹൗദി, അവിടെ അസ്ലുൽ ഹൗദ് ഇതിലേക്ക് ഇങ്ങനെ ഒഴുകണം. അതിന്റെ ഹൗദിന്റെ ഉള്ളിലൊരു ഉറവുണ്ട്. ആ ഉറവ ഭയങ്കര പരിശുദ്ധമായ തെളിഞ്ഞ നല്ല വെള്ളമാണ്. അതിങ്ങനെ പൊട്ടി ഉറവ പൊട്ടും. ആ ഉറവ ഇപ്പൊ പൊട്ടുന്നില്ല. കാരണം എല്ലാ അഴുക്കും ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക, ഈ ഹൗദിലേക്ക് എല്ലാം ഇങ്ങനെ ഒഴിക്കുക. പിന്നെ ഇങ്ങനെ അറവ പൊട്ടല്, ഫയഖ്റുജു മിൻഹുൽ മാഉൻ നദീഫു ത്വാഹിർ, ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ പിന്നെ ഈ ഉറവങ്ങ് വരും. ഫയഖ്റുജു മിൻഹുൽ മാഉൻ നദീഫു ത്വാഹിർ, ഈ ശുദ്ധമായ നല്ല അടിപൊളി വെള്ളം അതിങ്ങനെ ഈ ഉറവ പൊട്ടിങ്ങ് വരും. ഫയഖ്റുജു മിൻഹുൽ മാഉൻ നദീഫു ത്വാഹിർ, ശുദ്ധിയുള്ള നല്ല വെള്ളം പൊട്ടി ഒലിക്കണം. كيف يصح له أن ينزح الماء من الحوض والأنهار مفتوحة إليه فيتجدد في كل حال أكثر مما ينقص. അതെങ്ങനെയാ ശരിയാകൽ? യൻസിഹൽ മാ, വെള്ളം വറ്റിച്ചു കളയൽ എങ്ങനെയാ പറ്റുക? മിനൽ ഹൗദി, ഈ ഹൗദിൽ നിന്ന്. ഏത് സ്ഥിതിക്ക്? അതിലേക്ക് ഇങ്ങനെ വല്ല അൻഹാറു മഫ്തൂഹത്തുൻ, അതിലേക്ക് എല്ലാ വേസ്റ്റ് നദിയിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ ഇങ്ങനെ ഹൗദ് ശരിയാകൽ എങ്ങനെ? ഫയതജദ്ദു ഫീ കുല്ലി ഹാലിൻ അക്സറു മിമ്മാ യൻഖുസ്, അവിടെ എപ്പോഴും ഇങ്ങനെ പിന്നെ ചുരുങ്ങുന്നതിനേക്കാൾ പോകുന്നതിനേക്കാൾ വേസ്റ്റ് വരികയല്ലേ ചെയ്യും. അങ്ങനെ ആകെ അതൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ഫലാബുദ്ദ മിൻ ലബ്ത്തിൻ, ഒന്ന് ബ്ലോക്ക് ചെയ്യണം. എന്ത്? ഫിൽ ലബ്ത്തിൽ ഹവാസി, ഈ വേസ്റ്റ് ആയ വെള്ളം വരാനുള്ള ഇന്ദ്രിയങ്ങളൊക്കെ, അതായത് ഹറാമ് കാണൽ, ഹറാമ് കേൾക്കൽ, അനുവദനീയമായതിൽ തന്നെ ആവശ്യമുള്ളത് കേൾക്കുക, ആവശ്യമുള്ളത് കാണുക, ആവശ്യമുള്ളത് സംസാരിക്കുക. അപ്പൊ ഹൗദിലേക്കുള്ള നെഹ്റാണ്, ദിഹ്ലീസാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്നാവശ്യമില്ല. ഇല്ല കതിരി ലറൂറത്തി, അത്യാവശ്യമുള്ളതല്ലാത്തെല്ലാം ഒഴിവാക്കി. അപ്പൊ വലൈസയത്തിമുദാലിക്ക, ഇത് നടക്കണമെങ്കിൽ എന്തു വേണം? ഇല്ല ബിൽ ഖൽവത്തി, ഖൽവത്ത് വേണം. ഫി ബൈത്തിൻ മുസ്ലിമിൻ, അവിടെ ഒരു ഇരുട്ടുള്ള റൂമിൽ. അവിടെ രണ്ട് നിലയിലാകാം. ഇരുട്ടുള്ള റൂം എന്ന് പറയുന്നതിന്റെ ഒരു റൂട്ടാണ് ഇരുട്ടുള്ള റൂം തന്നെ, ആരുമില്ല, ഒറ്റയ്ക്കിരിക്കുക. രണ്ടാമത്തത് എന്താണ്? ആരെയും ശ്രദ്ധിക്കുന്നില്ല, ആരെയും കാണുന്നില്ല, കാണുന്നത് അള്ളാഹുവിന്റെ വഴി മാത്രം കണ്ടിരിക്കുന്നു. ജനങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ട്, പക്ഷെ കാണുന്നത് അള്ളാഹുവിന്റെ വഴി മാത്രം. അങ്ങനെയാകാം. അതും ബൈത്ത് മുസ്ലിം തന്നെ. വൈലം യക്കുല്ലഹു മക്കാനൻ മുസ്ലിമൻ, ഇരുട്ടുള്ള ഒരു വഴി കിട്ടുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? ഫൽയുലിഫ് റഅസഹു ഫീ ജൈബിഹി, അവന് അവന്റെ തല അവന്റെ തന്നെ ഇതിന്റെ ഉള്ളിലാക്കട്ടെ. ഔ യതദസ്സറ ബികിസാഇൻ ഔ ഇസാരിൻ, അല്ലെങ്കിൽ ഒരു മുണ്ടിട്ട് മൂടട്ടെ. ഫഫി മിസ്ലി ഹാദിഹിൽ ഹാലത്തി, ഇത്തരം അവസ്ഥയിൽ യസ്മഉ നിദാ അൽ ഹഖ്, അപ്പോ അവൻ ആ സത്യത്തിന്റെ വിളി കേൾക്കും, സത്യത്തിന്റെ വിളി കേൾക്കും, അള്ളാഹുവിന്റെ വിളി കേൾക്കും. വയുഷാഹിൽ ജലാൽ അൽ ഹളറത്തി റുബൂബിയ്യ, അള്ളാഹുവിന്റെ ആ മഹത്തായ, അതിന് വാക്കുകൊണ്ട് വേണമെങ്കിൽ തിരു സാന്നിധ്യം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ മനസ്സിലേക്കുള്ള ആ ആശയങ്ങൾ തുറന്നു കൊടുക്കും. അമാതറ, നിനക്കറിഞ്ഞൂടെ? അന്ന നിദാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലഗഹു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളി ബലാഹു അവന് കിട്ടി. വഹുവ അലാ മിസ്ലി ഹാദിഹി സിഫത്തി, ഈ അവസ്ഥയിലിരിക്കെ. ഫഖീല യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ അസ്ലത്തിന്റെ അവസ്ഥയിൽ അള്ളാഹുവിന്റെ വിളി കിട്ടി. ഇതുപോലെ പരിശീലിക്കുന്ന സമയത്ത് മറ്റുള്ളതിലേക്കുള്ള ഇതൊക്കെ ഒന്ന് ഒന്ന് ആവശ്യമില്ലാത്തതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി അത്യാവശ്യങ്ങളിലേക്ക് മാത്രം തിരിച്ച് കൂടുതൽ സമയവും നല്ല ചിന്തയൊക്കെ ഒന്ന് വെട്ടിത്തെളിയിച്ചെടുത്ത് സലിമാം ഇതുവരെ പറഞ്ഞ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ മനസ്സിന് നല്ലൊരു വിളക്കവും തിളക്കവും വെളിച്ചത്തിലേക്കുള്ള ഒരു വഴിയും ഇങ്ങനെ തുറന്നു വരുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ ജീവിതത്തിൽ ഇപ്പൊ ഇങ്ങനെ വേസ്റ്റിലേക്ക് ശ്രദ്ധിച്ച് വേസ്റ്റിന്റെ ആളായി അങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥക്ക് പകരം ഒരു സ്വസ്ഥതയുള്ള സന്തോഷമുള്ള ഒരു ജീവിതത്തിന്റെ വക്താവാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് കുറെ ഇനിയും കുറച്ചു ഭാഗങ്ങൾ കൂടി ഈ വിഷയത്തിൽ പറയാനുണ്ട്. അതായത് 960, 61, 62, 63 ഈ പേജുകൾ കൂടിയാണ്. നമ്മൾ 60-ലാണ് ഇപ്പോൾ ഉള്ളത്. ഈ പേജിന്റെ ഈ എന്തസാര ഫഹാദിഹിൽ അർബഅത്തു ജുന്നത്തുൻ വഹിസ്നുൻ ബിഹാ തുദ്ഫഉ അൻഹു. ഫഹാദിഹിൽ അർബഅത്തു ജുന്നത്തുൻ, ഈ 4 അതെന്താണ്? അത് പരിചയാണ്. ഹിസ്സുൻ, ഇതൊരു കോട്ടയാണ്. ബിഹാ തുദ്ഫഉ അൻഹുൽ ഖവാത്തി, എല്ലാ കൊള്ളക്കാരെയും തടയാനുള്ള കോട്ടയാണ്. അഥവാ തിന്മയും കൊണ്ടുവരുന്നവരെ തടയാനുള്ള കോട്ടയാണ്. ഈ യഥാർത്ഥ വഴിയിലേക്ക് കടക്കുന്നതിന് അതിനെ തടസ്സപ്പെടുത്തുന്നതിനെയൊക്കെ മാറ്റി നിർത്താൻ അതിനുള്ള വഴിയാണ്. ഇങ്ങനെ പോയാൽ നമുക്ക് വഴിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. കടമ്പകൾ കടക്കണം, അങ്ങനെയാണ് വഴിയിലേക്ക് പോകേണ്ടത്. അവിടെ കടമ്പകൾ എന്താണ്? മനസ്സിന്റെ സിഫാത്താണ്. സിഫാത്തുൽ ഖൽബാണ് കടമ്പകൾ. കടമ്പകൾ മനസ്സിന്റെ സിഫത്തുകളാണ്, മനസ്സിന്റെ വിശേഷണങ്ങൾ. അത് അല്ലത്തി സബബുഹ അൽ ഇൽത്തിഫാത്തു ഇല ദുനിയ, അതിന്റെ സബബ് എന്ന റീസൺ എന്താണ്? പലപ്പോഴും ഈ സിഫത്തിൽ നിന്ന് തടയുന്ന കാര്യങ്ങൾ എന്താണ്? ദുനിയാവിനെ ശ്രദ്ധിക്കുക, ദുനിയാവിന്റെ ആളാകേണ്ടി വരിക. തിൽക്കൽ അഖബാത്തി, ഈ കടമ്പകളിൽ ചിലത് അഅ്ളമുമിൻ ബഅദ്, ചിലതിനേക്കാൾ അഅ്ളമാണ്, കടുപ്പമാണ്. തർതീബു ഫീ ഖത്ഇഹ, അത് മുറിച്ചു കടക്കാൻ, ചാടിക്കടക്കാനുള്ള തർതീബ് ബിൽ അസ്ഹലി ഫൽ അസ്ഹലി, എളുപ്പമുള്ള ആദ്യം ചെയ്യുക, അങ്ങനെ വരിക. വഹിയ തിൽക സിഫാത്ത്, അതാണ് ഇതിന്റെ വിശേഷണങ്ങൾ. അനി അസ്റാർ അൽ അലായിഖ് അല്ലതി ഖതഅഹാ ഫി അവ്വലിൽ ഇറാദ, ലക്ഷ്യം വെക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മുറിച്ചു കിടക്കേണ്ടത് ഈ അതിന്റെ ചെറുത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഫി അവ്വലിൽ ഇറാദത്തി വൽ ആസാരിഹ അനി അൽ മാല വൽ ജാഹ വഹുബ്ബദ് ദുനിയ വൽ അവരുടെ സമ്പത്ത്, സ്ഥാനമോഹം, അതുപോലെ ദുനിയാവിനോടുള്ള ഇഷ്ടം, വൽ ഇൽത്തിഫാത്ത് ഇലൽ ഖൽഖി, പടപ്പുകൾ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ, ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരൊക്കെ ഇടയിൽ ആളാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. തശവ്വുഫ് ഇലൽ മആസി, തെറ്റിനെ കുറിച്ച് വല്ലാതെ, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ എന്തോ ഒരു പ്ലാനും അതിനോട് പ്രത്യേക ഒരു ഇഷ്ടവും, അങ്ങനെ മനുഷ്യൻ തെറ്റിനെ പഠിപ്പിക്കപ്പെടുന്നു. ഫലാബുദ്ദ അൻ യുഖല്ലിയൽ ബാത്തിന അൻ ആസാരിഹ, അതെന്ത് ചെയ്യണം? അവന്റെ ഹൃദയത്തെ
ഇതിന്റെ ലക്ഷണങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിവെക്കണം. കമാ അഹ്ലാഹിറ അൻ അസ്ബാബി അല്ലാഹിറ, പ്രത്യക്ഷത്തിൽ നിന്നെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളുന്ന് ഒഴിവാക്കണം. പ്രത്യക്ഷത്തിൽ നല്ല മഹാന്മാരുടെ വസ്ത്രം ധരിച്ചു, മഹാന്മാരുടെ റൂട്ടിലായി, മഹാന്മാരുടെ ശൈലിയിലായി, പക്ഷെ ഉള്ളിൽ പിന്നെ ഈ ഇതിനോടൊക്കെ ഇഷ്ടമാണെങ്കിൽ, ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ പ്രത്യക്ഷത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ആളാണ്, പർദ്ദ ഒക്കെ ഉണ്ട്, ഉഷാറാണ്. അതേ സമയത്ത് ഉള്ളിൽ പിന്നെയും തിന്മകളോടുള്ള ഇഷ്ടം, അള്ളാഹു കാക്കട്ടെ. വഫീഹി തതൂലുൽ മുജാഹദ, ഈ വഴിയിൽ കുറച്ച് ദീർഘകാലം പരിശ്രമിക്കണം. യഖ്തലിഫു ദാലിക ബിഖ്തിലാഫിൽ അഹ്വാൽ, അത് വ്യത്യാസം ഉണ്ടാകും, എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഫറുബ്ബ ശഖ്സിൻ ഖദ് കഫാ അക്സറു സിഫാത്തി ഫലാ തതൂലു അലൈഹിൽ മുജാഹദ, ചിലർക്കൊക്കെ വളരെ കുറഞ്ഞ സമയം മതി അവരുടെ മുജാഹദകൾ നേടിയെടുക്കാൻ. വഖദ് ദക്കർനാ അന്ന ത്വരീഖൽ മുജാഹദത്തി മുളാദ്ദത്തു ശഹവാത്തി, നമ്മള് ഇവിടെ മുജാഹദ എന്ന് പറഞ്ഞാൽ വൈകാരികതക്കെതിരെ പ്രവർത്തിക്കലാണെന്ന് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. മുഖാലഫത്തുൽ ഹവ, ശാരീര താല്പര്യത്തിന് എതിര് നിൽക്കലാണ്. ഫി കുല്ലി സിഫത്തിൻ ഗാലിബത്തിൻ അലാ നഫ്സിൽ മുരീദി, ഈ ലക്ഷ്യത്തിലേക്ക് വരുന്ന ആളുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കുന്ന അത്തരം വിശേഷണങ്ങളിലൊക്കെ മറികടക്കുക. കമാ സബഖ ദിക്റുഹു, അതിന്റെ വിശദീകരണമൊക്കെ നേരത്തെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഫൈദ കഫാ ദാലിക, ഇതൊക്കെ പൂർണ്ണമായ ഔ ലൗഫ, അല്ലെങ്കിൽ ദുർബലപ്പെട്ടാൽ, ബിൽ മുജാഹദത്തി, ഈ പരിശ്രമം കൊണ്ട്, വലം യബ്ഖ ഫീ ഖൽബിഹി ഇലാഖത്തുൻ, മനസ്സിൽ ഒരു ബന്ധം അവശേഷിക്കുന്നില്ല. ശഗലഹു ബഅദ ദാലിക, അയാൾ അതിനുശേഷം ഏർപ്പെടണം. ബിദിക്രിൻ യൽസമു ഖൽബഹു അലദ്ദവാമി, എപ്പോഴുള്ള ദിക്ർ വേണം മനസ്സിൽ. കുറച്ചു നേരം നിസ്കാരശേഷം ചെല്ലുന്ന 33 അങ്ങനല്ല, എല്ലാ സമയവും മനസ്സിൽ ഈ ദിക്ർ തങ്ങി നിൽക്കണം, മുഴു സമയവും. വയംനഉഹു മിൻ തക്സീരിൽ ഔറാദിൽ ളാഹിറ, എന്നിട്ട് പ്രത്യക്ഷത്തിലുള്ള ഔറാദ് അല്ല, അവനെ പ്രത്യക്ഷത്തിലുള്ള ഔറാദിൽ നിന്ന് തടഞ്ഞിട്ട് ബാഹ്യമായി എല്ലാ സമയവും ഈ ദിക്ർ കടക്കണം. എന്ത് ചെയ്യുമ്പോഴും ഈ ദിക്ർ കൊണ്ടുവരണം. വലിയ ഖുത്തസിറു അലൽ ഫറായിദ് വറവാത്തിബ്, പ്രത്യക്ഷത്തിൽ ഫർള് നമസ്കാരം റവാത്തിബ് ഒക്കെ ഉള്ളൂ. വയക്കൂനു വിർദുഹു വിർദൻ വാഹിദ, വിർദ് ഒരു വിർദേ ഉള്ളൂ, പക്ഷെ അയാൾ എല്ലാ സമയവും ദിക്റിലാണ്. വഹുവ ലുബാബുൽ ഔറാദ്, ഔറാദുകളുടെ കഴമ്പിതാണ്. സമറത്തുഹ, അതിന്റെ ഫലം. യാനി മുലാസമത്തൽ ഖൽബി ലിദിക്രില്ലാഹി തആല, അയാളുടെ കൽബ് എന്ത് ചെയ്യണം? ദിക്ർ എനി ടൈം, എല്ലാ സമയത്തും അത് കത്തി നിൽക്കണം. വഅദൽ ഖുലൂവി മിൻ ദിക്രി ഗൈരിഹി, വേറെ ദിക്റല്ലാത്തൊക്കെ ഒഴിവാക്കി ഇത് മാത്രം. വലാ യുസ്ഗിലുഹു ബിഹി മാദാമ ഖൽബുഹു മുൽതഫിതൻ ഇലാ അലായിത്തിഹി, അയാൾക്ക് ഇനി വേറെ ഒരു സാധനവും അയാളെ ചിന്തയിലേക്ക് മെയിൻ ആയിട്ട് വരൂല. ഇതാണ് അയാളുടെ പ്രകൃതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും ഒരു കുറഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിൽ തന്നെ പരാമർശിച്ചാൽ നന്നാകും തോന്നുന്നു. അല്ലെ? ഈ ഭാഗം ഇൻഷാ അല്ലാഹ്, അതായത് ഖാല ശിബ്ലി للحسري إن كان يخطر بقلبك من الجمعة التي تأتيني فيها إلى الجمعة الأخرى شيء غير الله تعالى فحرام عليك أن تأتيني. ശിബ്ലി ഇമാം തന്നെ മുരീദിനോട് പറഞ്ഞ വാക്കാണ്. എന്ത്? ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ അള്ളാഹു അല്ലാത്ത എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ട്, എന്റെ അടുത്ത് വരിക തന്നെ വേണ്ട, എന്നോട് വരികയെ വേണ്ട എന്ന് പറഞ്ഞാൽ, അങ്ങനെ വരാത്ത വിധം അവരുടെ മനസ്സിനെ മശായിഖുമാര് ശുദ്ധീകരിക്കുന്ന ഒരു ശൈലിയാണ്. ആ ശുദ്ധീകരണം കൊണ്ട് അങ്ങനെ സാധ്യമാകും. വലിയൊരു സുഖമുള്ള, ഭയങ്കര ആസ്വാദനമുള്ള ഒരു റൂട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരെയൊക്കെ കാണാൻ, പരലോകത്ത് അവരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ അവരെ കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവരോടൊക്കെയുള്ള മഹബത്ത് മനസ്സിൽ കൊണ്ടുനടന്ന് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും ദുനിയാവിന്റെ ആൾക്കാരായ വെറും അറുവഷളൻ കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, അവരൊരു പാട്ട് പാടിയാൽ ആ പാട്ട് ട്രെൻഡ്, അതിന്റെ പിന്നാലെ അവരൊരു ആഭാസം കാണിച്ചാൽ അതിന്റെ പിന്നാലെ അവരിങ്ങനെ പഠിച്ചു കളിച്ചാൽ അത് പഠിക്കാന് മെനക്കെടുക, അത് പഠിക്കാൻ പൈസ കൊടുത്ത് പഠിക്കുക. ഇങ്ങനത്തെ എന്താ പറയാ, അത്തരം ജുനൂൻ, ആ അൽ ജുനൂന് ഫുനൂനു എന്ന് പറഞ്ഞ അത്തരം ജുനൂനിലുള്ള ആളാകുന്നതിന് പകരം അല്ലാഹു കാക്കട്ടെ, അത് പുറത്ത് വലിയ നല്ല ഇതൊക്കെ എത്തിയിട്ട് പോലും പിന്നെ ഉള്ളിൽ ഇത് അവശേഷിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത മുസീബത്താണ്. അതിന് കൂടിക്കൂടി വരുന്ന ഒരു കാലവും കൂടിയാണ്. അപ്പൊ ഇന്നും നമുക്ക് ശ്രമിക്കുകയാണെങ്കിൽ ഇതൊക്കെ സാധ്യമാണ്. അതായത് ഏത് ഇതിനിടയിൽ വെച്ചും നല്ല ചിന്തയും നല്ല ജീവിതവും സാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇത്തരം വിഷയങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസല്ലിം വബാരിക അലാ സയ്യിദിനാ വ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ. അർഹമർ റഹീമീനായ അല്ലാഹ്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഒന്നിച്ചിരുന്ന ഈ ഒരു ഇരുത്തം നീ കബൂലാക്കണേ റഹ്മാനെ. നിങ്ങളെ മനസ്സിൽ നല്ല ചിന്തയും നല്ല കാര്യങ്ങളും ഈ ധാരാളം ഫത്ഹ് ചെയ്ത് തുറന്നു തരണേ റഹ്മാനെ. റബ്ബേ, എല്ലാ ഖബാഇഹുകളിൽ നിന്നും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ കൂട്ടുകുടുംബം, ഞങ്ങളെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ അഹ്ബാബ്, അസ്ഹാബ്, പ്രത്യേകിച്ച് ഹാപ്പി സോണിന്റെ ഈ ദീനീ ഖിദ്മയിൽ ഞങ്ങളെ കൂടെ സമർപ്പിച്ച പ്രിയപ്പെട്ട നല്ല കൂട്ടുകാർ, ഞങ്ങളെല്ലാരെയും നീ ഏറ്റെടുക്കണേ റഹ്മാനെ, സഹായിക്കണേ റഹ്മാനെ. നിന്റെ ഫുതുഹാത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തുറന്നു തരണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നല്ലവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സന്തോഷം ധാരാളം തരണേ അല്ലാഹ്. ആഫിയത്ത് തരണേ അല്ലാഹ്. ഈമാനും തഖ്വയും തരണേ അല്ലാഹ്. എല്ലാ തരം ഫളാഇഹുകളിൽ നിന്നും ഖബാഇഹുകളിൽ നിന്നും മോശത്തരങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാരെയും സംരക്ഷിക്കണേ റഹ്മാനെ. നല്ലതിന്റെ ആളായി ജീവിച്ച് മരിക്കാൻ, ആഖിറത്തിൽ നല്ലതിന്റെ ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണേ റഹ്മാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബേ, പ്രത്യേകിച്ച് ഞങ്ങളെ കടപ്പെട്ട ഉസ്താദുമാരിൽ, കൂട്ടുകാരിൽ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിൽ രോഗമുള്ളവരും പ്രതിസന്ധി നേരിടുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരെയും നീ സംരക്ഷിക്കണേ അല്ലാഹ്. എല്ലാവരുടെ എല്ലാ വിഷയങ്ങളിലും നീ സഹായിക്കണേ റഹ്മാനെ, സംരക്ഷിക്കണേ റഹ്മാനെ. ആമീന ബിറഹ്മതിക. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദ് ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.